ഹലോ, വെൽക്കം ടു ലൈഫ് ആൻഡ് ലീഫ് വിത്ത് ശ്രുതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെന്നൈയിലെ നീലാങ്കര ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന ഫ്ലൈ ഓവർ കണ്ടോ? ഇതാണ് നമ്മളെ ചെന്നൈ ഫ്ലഡ്സിൽ TV ന്യൂസ് ചാനൽസിലെല്ലാം കാണിക്കാറുള്ള ആ ഫേമസ് വേളച്ചേരി ഫ്ലൈ ഓവർ. ഫ്ലഡിന്റെ ടൈമില് ഞങ്ങൾ എല്ലാവരും നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെയാണ് കേട്ടോ സേഫായി പാർക്ക് ചെയ്യാറുള്ളത്. സൺഡേ ആയതിനാലാണ് റോട്ടിലൊന്നും തിരക്കില്ലാത്തത്. സാധാരണ ഇങ്ങനെയല്ല. ഈ പോകുന്ന വഴിക്കാണ് ഈ ഒരു കുഞ്ഞു ബ്രിഡ്ജ്. നല്ല രസമാണ് ഇത് കാണാൻ. നമ്മൾ കാറ് കയറിയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ വണ്ടികൾക്കൊന്നും വരാൻ പറ്റില്ല കേട്ടോ. അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ആ വണ്ടി പോയതിനു ശേഷമേ വരാൻ പറ്റുള്ളൂ. ഇവിടെ ശരിക്കും നല്ല പോഷ് ഏരിയ ആണ്. പല രാജ്യങ്ങളിലെ കോൺസുലേറ്റ് ജനറൽസും പല സിനി ആർട്ടിസ്റ്റുകളും ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മുടെ വിജയ് ഇല്ലേ, നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്ക്ക് ഒരു വീട് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വഴിക്ക് നമുക്ക് ഐസ്ലാൻഡ് കോൺസുലേറ്റ് ജനറലിന്റെ വീടൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഐസ്ലാൻഡ് കോൺസുലേറ്റ് ജനറലിന്റെ വീട്. സാധാരണ ഇവിടെ ഇത്ര തിരക്കൊന്നും കാണാറില്ല. പക്ഷെ ഇന്ന് വിജയ് വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്ന തിരക്കാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ഈ കാണുന്നതൊക്കെ. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വഴി അകത്തേക്ക് കടക്കാൻ പറ്റും. ഇവിടം തൊട്ട് അങ്ങോട്ടേക്ക് കംപ്ലീറ്റ്ലി മാർക്കറ്റ് ആണ്. നീലാങ്കര ലക്ഷ്മി നഗറിന് സമീപമാണ് ഈ മാർക്കറ്റ് ഉള്ളത്. രാവിലെ ഏകദേശം ഒരു 5 മണിക്ക് തുടങ്ങി 10-11 മണി വരെ ഇവിടെ മാർക്കറ്റ് സജീവമാണ്. പലതരത്തിലുള്ള ചെറുതും വലുതുമായ മീന് നമുക്ക് ഇവിടെ വന്ന് വാങ്ങാൻ കഴിയും. ഇത് കണ്ടോ, മീൻ പിടിച്ചു വരുന്ന ബോട്ടാണ്. ഇങ്ങനെ ധാരാളം ബോട്ടുകൾ രാവിലെ എത്തും. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ വന്ന ബോട്ടുകളാണ്. ഇതൊക്കെ ട്രാക്ടർ വെച്ചിട്ടാണ് കരക്ക് കയറ്റുക. ഞങ്ങൾ ആദ്യം മാന്തലാണ് വാങ്ങിയത്. നല്ല ഫ്രഷ് മാന്തലായിരുന്നു. അവിടെ വലിയ കൂന്തലും തിരണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാന്തൽ ആദ്യം വാങ്ങി. ഇത് കണ്ടോ, നല്ല പെടയ്ക്കുന്ന മാന്തലാണിത്. പൊതുവെ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇതുപോലെ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് വന്ന് വാങ്ങാറുള്ളത്. ബാർഗെയിൻ ചെയ്യുമ്പം വില കുറച്ച് കിട്ടാറുണ്ട്. മാത്രല്ല ഒരു വരവ് വരുമ്പോൾ ഞങ്ങൾ ഒരു 2-3 വെറൈറ്റി മീൻ വാങ്ങിയിട്ടാണ് പോവാറുള്ളത്. ഇത് കണ്ടോ, നല്ല ഫ്രഷ് ഞണ്ടും അവിടെ ലോബ്സ്റ്ററും എല്ലാം ഉണ്ട്. സാധാരണ ഇവര് ലോബ്സ്റ്റേഴ്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യാറ്. അതൊരു ക്യാനിൽ മോട്ടർ ഇറക്കി വെച്ചിട്ട് അത് അവര് എക്സ്പോർട്ടിങ്ങിന് വേണ്ടി മാറ്റിവെക്കും. ഇവിടുന്ന് മീൻ വാങ്ങിയിട്ട് ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരാൻ ചേച്ചിമാര് 2 ഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും. ഒരു മീന് നന്നാക്കാൻ ഏകദേശം 40-50 രൂപയാണ് സാധാരണ വാങ്ങിക്കാറ്. ഞങ്ങൾ അടുത്തത് ഏട്ടയാണ് വാങ്ങിയത്. അവിടെ തിരണ്ടിയും സ്നേൽസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്നേൽസ് എല്ലാം ശരിക്കും നല്ല ജീവനുള്ളതായിരുന്നു. ഇവിടെ വന്നാൽ ശരിക്കും ചെറുതും വലുതുമായ പലതരം മീനുകൾ വാങ്ങാൻ കഴിയും. ടൈഗർ പ്രോൺസും വലിയ കൂന്തലും മാന്തലും ഒക്കെ ഇവിടെ വന്നാൽ നമുക്ക് വാങ്ങാൻ കിട്ടാറുണ്ട്. ഞങ്ങൾ അവസാനം കുറച്ച് അടവും മത്തിയും കൂടെ വാങ്ങി. ഇനി അടുത്തത് ഈ വാങ്ങിയതൊക്കെ വൃത്തിയാക്കാനും മുറിക്കാനും ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥിരമായിട്ടൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കും. ഇവിടെ ഇപ്പൊ ഒരു ബോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കരക്ക് കയറ്റുന്നതെന്ന് കാണാം. കണ്ടോ, ഇതുപോലെ ട്രാക്ടർ ആ ബോട്ടിന്റെ അടുത്തോട്ടേക്ക് വന്നിട്ട്
ഈ ട്രാക്ടറില് ബാക്കില് കയറുണ്ട്. ഈ കയറ് അവര് ആ ബോട്ടിന്റെ തുഞ്ചത്ത് പോയിട്ട് കെട്ടിവെക്കും. എന്നിട്ട് ട്രാക്ടർ മുന്നോട്ടേക്ക് എടുക്കും. ആ മുന്നോട്ട് എടുക്കുന്ന ആ ഒരു അതേ ഇതിൽ തന്നെ ബാക്കില് നമ്മളുടെ ബോട്ട് കേറി അങ്ങോട്ടേക്ക് ഇവിടെ വന്ന് പ്ലേസ് ചെയ്യാണ് ചെയ്യുക. നമുക്കതിപ്പോ കാണാൻ പറ്റും. കണ്ടോ, ഇതേപോലെ കയറ് വലിച്ച് ആ ബോട്ടിന്റെ മേലെ കെട്ടും. എന്നിട്ട് ട്രാക്ടർ മുന്നോട്ടെടുക്കും. ആ സമയം ബോട്ട് പിന്നാലെ കേറി അവിടെ ആ കരയിൽ അവരത് പ്ലേസ് ചെയ്യും. ഈ ബോട്ടിലൊക്കെ നല്ല ഫ്രഷ് മീനാണ്. ഈ മീൻ നേരെ ഡയറക്റ്റ്ലി അവര് മുന്നിൽ വെച്ചിട്ട് വിൽക്കാണ് പതിവ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ സമയം കൊണ്ട് ചേച്ചി ഞങ്ങളുടെ മത്തിയെല്ലാം വൃത്തിയാക്കി തുടങ്ങിയിരുന്നു. ഇവിടുന്ന് മാന്തൽ വാങ്ങിയിട്ടാണ് ഇതിനു മുമ്പ് പണി കിട്ടിയത്. മാന്തൽ അല്ലേന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്ന് നന്നാക്കാന്ന് വെച്ചു. എന്നാൽ ഈ വലിയ മാന്തൽ അത്ര എളുപ്പമായിരുന്നില്ല നന്നാക്കാൻ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം തൊട്ട് മാന്തൽ വാങ്ങുകയാണെങ്കിൽ ചേച്ചിക്ക് തന്നെ കൊടുത്തിട്ട് അതിവിടുന്ന് വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ പോവാറുള്ളൂ. ഞങ്ങൾ ഇന്ന് ശരിക്കും അല്പം ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പം അത്യാവശ്യം നല്ല സമയമായി. സാധാരണ ഒരു 7 മണിയൊക്കെ ആവുമ്പം എത്തുകയാണെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ നല്ലോണം നോക്കി വാങ്ങാനും നന്നായി ബാർഗെയിൻ ചെയ്ത് വാങ്ങാനും പറ്റിയ ഒരു ഇടമാണ്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ബെൽ ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.